സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായമാണ്. പരീക്ഷിത് മഹാരാജാവ് ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത്. 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലായിട്ട് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ചോദ്യം. ബ്രഹ്മജ്ഞനായ ഋഷേ, ഭഗവാനെ പോലെ ദർശനമേകി അനുഗ്രഹിക്കുന്ന ശ്രീ നാരദ മഹർഷി നിർഗുണനായവൻ്റെ ഗുണങ്ങളെ ലോകർക്കായി വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കാൻ ആണല്ലോ നിർദ്ദേശിച്ചത്. അങ്ങനെ ബ്രഹ്മാവിനാൽ പ്രചോദിതനായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഈ പറഞ്ഞ തത്വത്തെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്ഭുത പരാക്രമിയായ ഹരിയുടെ ചരിതം ലോകത്തിന് നന്മ ഉളവാക്കുന്നതാണല്ലോ. സർവത്തിനും ആത്മാവായ കൃഷ്ണപരമാത്മാവിൽ ഏതു വിധത്തിലാണ് എൻ്റെ മനസ്സ് അർപ്പിക്കേണ്ടത്? എങ്ങനെയാണ് എനിക്ക് ശരീരത്തെ വെടിയുവാൻ സാധിക്കുക എന്ന് പറഞ്ഞു തന്നാലും. ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന നാതിദീർഘേണ ഭഗവാൻ വിശതേ ഹൃദി. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതത്തെ നിത്യവും ശ്രദ്ധയോടെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ കാലതാമസമന്യേ ഭഗവാൻ പ്രവേശിക്കുന്നു. ആ കഥ കേൾക്കുന്നവൻ്റെ പാപമാലിന്യത്തെ ശരൽക്കാലം ജലമാലിന്യത്തെ എന്ന പോലെ അകറ്റുന്നു. അങ്ങനെ പരിശുദ്ധമായ മനസ്സോടുകൂടിയ ഒരുവൻ പാന്തൻ സ്വഗൃഹത്തെ എന്ന പോലെ ഭഗവാന്റെ പാദകമലത്തെ ഉപേക്ഷിക്കുകയില്ല. ഹേ ബ്രഹ്മർഷേ, പഞ്ചഭൂതങ്ങളോട് ബന്ധമില്ലാത്ത ജീവന് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരാരംഭം ഉണ്ടാവുക എന്നത് യാദൃച്ഛികമാണോ? അതല്ല, അതിന് വല്ല കാരണവുമുണ്ടോ? അങ്ങയ്ക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയാമല്ലോ. ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് എടുത്തത്. ഈശ്വരനും ജീവനെപ്പോലെ തന്നെ അവയവങ്ങളാൽ പരിച്ഛിന്നനാണ്. ഈശ്വരന് ജീവനേക്കാൾ പിന്നെ എന്ത് വിശേഷമാണുള്ളത്? അജസൃജതി ഭൂതാനി ഭൂതാത്മായതനുഗ്രഹാൽ ദദൃശേയേന തദ്രൂപം നാഭിപത്മസമുദ്ഭവ. സമസ്ത ജീവസ്വരൂപനായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മദേവൻ യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. നാഭീപത്മത്തിൽ നിന്നുദ്ഭവിച്ച ആ സൃഷ്ടാവ് ഭഗവത് സ്വരൂപത്തെ യാതൊരു ഭഗവാന്റെ അനുഗ്രഹത്താൽ ദർശിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും ഹേതുവായി സമസ്ത ദേഹങ്ങളിലും കുടികൊള്ളുന്ന മായയുടെ ഈശനായ ആ പരമപുരുഷൻ മായയെ വെടിഞ്ഞ് എവിടെ ഏതു രൂപത്തിൽ വർത്തിക്കുന്നു? പുരുഷാവയവൈർലോകാ സബാലാ ലോകകൽപ്പിതാ ലോകൈരമുഷ്യാവയവാ സബാലൈരിതി ശുശ്രുമ. വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ കൊണ്ട് ലോകപാലന്മാരോടുകൂടിയ ലോകങ്ങൾ രൂപീകൃതങ്ങളായി. ലോകപാലന്മാരോടുകൂടിയ ലോകങ്ങളാൽ ഈ വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ രൂപീകൃതങ്ങളായെന്നും കേൾക്കുകയുണ്ടായി. ഇവ അന്യോന്യം പൊരുത്തപ്പെടുന്നത് എങ്ങനെ? ഇതിലെ വിരോധാർത്ഥം പരിഹരിച്ചു തരണേ. മഹാപ്രളയവും അവാന്തര പ്രളയവും എത്രയാണ്? ആയുസ്സിൻ്റെ അളവെത്രയാണ്? കാലത്തിൻ്റെ ക്രമിക പ്രവർത്തനം സംവത്സരാദി വിശാല രൂപം
എന്നിവയെ അറിയപ്പെടുന്നത് എങ്ങനെ? കർമ്മം കൊണ്ടുള്ള പ്രാപ്തിസ്ഥാനങ്ങൾ എത്രയുണ്ട്? അവ എങ്ങനെയുള്ളവയാണ്? ഭൂപാതാള കകുവ്യോമ ഗ്രഹനക്ഷത്രഭൂഭൃതം സരിത് സമുദ്രദ്വീപാനം സംഭവശ്ചൈതദോകസം. ഭൂമി, പാതാളം, ദിക്കുകൾ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയുടെയും നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ എന്നിവയുടെയും ഇവയെ അധിവസിക്കുന്ന ജീവികളുടെയും ഉൽപ്പത്തി ഏതു വിധത്തിലാണ്? ബ്രഹ്മാണ്ഡകടാഹത്തിൻ്റെ അകവും പുറവും തമ്മിലുള്ള ഭേദമനുസരിച്ചുണ്ടാകുന്ന പരിണാമവും മഹാത്മാക്കളുടെ ജീവിതകഥയും വർണ്ണാശ്രമ വ്യവസ്ഥയുടെ സ്വഭാവ നിർദ്ധാരണവും ഏതു പ്രകാരത്തിലാണ്? അവതാരങ്ങളുടെ ചരിത്രം, യുഗങ്ങളുടെ കാലയളവ്, യുഗം തോറുമുള്ള ധർമ്മഭേദം ഇവയൊക്കെ എങ്ങനെയാണ്? മനുഷ്യർക്ക് പൊതുവെയുള്ള ചട്ടമെന്ത്? ഈശ്വരനെ ആരാധിക്കേണ്ടതെങ്ങനെ? യോഗേശ്വരന്മാർക്കുണ്ടാകുന്ന സിദ്ധികൾ, യോഗിമാരുടെ ശരീര ത്യാഗം, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണാദികൾ എന്നിവയുടെ സ്വരൂപം ഒന്ന് വിവരിച്ചു തരണേ. സമസ്ത ജീവികളുടെയും സുസ്ഥിതിയും മഹാപ്രളയവും സംഭവിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു തരൂ. ധർമാർത്ഥ കാമങ്ങളുടെ അനുഷ്ഠാന രീതി എന്താണ്? കൽപ്പാന്തത്തിൽ ലയിക്കുന്ന ജീവൻ്റെ പുനരുൽപ്പത്തിയും വേദവിരുദ്ധ ധർമ്മത്തിൻ്റെ ഉൽപ്പത്തിയും ജീവൻ്റെ ബന്ധമോക്ഷങ്ങളും ഏതു വിധത്തിലാണ്? ഈശ്വരൻ മായയോടുകൂടിയും മായയെ വെടിഞ്ഞ് സാക്ഷിയായും ഉദാസീനനായും ഇരിക്കുന്നുവല്ലോ. ശരണാഗതനായ എനിക്ക് അനുക്രമത്തിൽ താത്വികമായി ഇവയൊക്കെ ഉദാഹരിച്ച് ഉപദേശിച്ചു തരൂ. ബ്രഹ്മദേവനെ പോലെ ഇതെല്ലാം പറഞ്ഞു തരുവാൻ കഴിവുറ്റത് അങ്ങയ്ക്ക് മാത്രമാണ്. മറ്റുള്ളവർ ഗതാനുഗതികത്വേന പണ്ട് പറഞ്ഞതിനെ പറഞ്ഞൊപ്പിക്കുക മാത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തിയെ സ്മരിക്കുന്ന ആ പീയൂഷത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്കൊട്ടും ആകുലമില്ല. കുപിതനായ ബ്രാഹ്മണനെ കുറിച്ചുള്ള സ്മരണയല്ലാതെ. പരീക്ഷത്തിൻ്റെ ശ്രീഹരിയെക്കുറിച്ച് അറിയുന്നതിനുള്ള ആകാംക്ഷ ആ സദസ്സിൽ പ്രകടമായപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി അത്യധികം സന്തുഷ്ടനായി. പ്രാഹ ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. വേദതുല്യവും ഭാഗവതം എന്നു പേരുള്ളതുമായ പുരാണത്തെ സവിസ്തരം ഉപദേശിച്ചു. പാണ്ഡുവംശജരിൽ ശ്രേഷ്ഠനായ പരീക്ഷിത് രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അനുക്രമമായി ഉത്തരങ്ങൾ പറയുവാൻ ആരംഭിച്ചു. സാക്ഷാൽ ശ്രീനാരായണൻ തന്നെ ആദിയിൽ ബ്രഹ്മാവിന് ഉപദേശിച്ച ഭാഗവത മഹാപുരാണം എന്ന ഭക്തി യോഗ സംഹിതയെ ബ്രഹ്മാവ് നാരദനും നാരദൻ വ്യാസമുനിക്കും വ്യാസൻ ശ്രീശുകനും ഉപദേശിച്ചതാകുന്നു. അതിപ്പോഴും ആസന്ന മൃത്യുവായി ശുദ്ധാന്തകരണനായിരിക്കുന്ന പരീക്ഷിത് രാജാവിന് അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ അകറ്റുവാനായി ശ്രീ ശുകബ്രഹ്മർഷി ഉപദേശിച്ചു നൽകാൻ ആരംഭിച്ചു. ദ്വിതീയ സ്കന്ധം 8-ാം അധ്യായത്തിൻ്റെ സംഗ്രഹാർത്ഥം സജ്ജനങ്ങൾക്കായി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.